Hi students, welcome back. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേവ് ഒപ്റ്റിക്സും ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന +2 ഫിസിക്സിന്റെ 10th ചാപ്റ്ററും 11th ചാപ്റ്ററും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സാമിന് ഈ ഒരു പബ്ലിക് എക്സാമിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഫുൾ അടിക്കാൻ വേണ്ടി പറ്റണം. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നത്. രണ്ട് ചാപ്റ്ററിൽ നിന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ പഠിക്കണം അല്ലെ, ഇത് മാത്രമാണ് പഠിക്കേണ്ടത് മാത്രമല്ല, ആ ടോപ്പിക് എന്താണ്, അതിന് വേണ്ട കാര്യങ്ങൾ, ഇത് ഡെറിവേഷൻ വേണ്ടത് ഡെറിവേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേവ് ഒപ്റ്റിക്സ്, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ 2 വീഡിയോസുകളിലായിട്ടാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്റർ, സെക്കൻഡ് പാർട്ടിൽ തന്നെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ലെൻസ് മേക്കേഴ്സും കർവ്ഡ് സർഫേസും പ്രിസർവും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്കാറ്ററിങ്, ഡിസ്പേർഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു 2 വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിറർ ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ഡെറിവേഷൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരത് കണ്ട് കംപ്ലീറ്റ് ചെയ്ത ഡെറിവേഷൻസ് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുന്നത് 7 to 8 ആണ്. മാക്സിമം ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വേവ് ഒപ്റ്റിക്സ്. പക്ഷേ ഒരു റേ ഒപ്റ്റിക്സ് നമുക്ക് 9 മാർക്ക് 10 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ വേവ് ഒപ്റ്റിക്സ് അത്രയൊന്നും ചോദിക്കില്ല. 7 മുതൽ മാക്സിമം ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പബ്ലിക് എക്സാമിൽ വേവ് ഒപ്റ്റിക്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വേവ് ഒപ്റ്റിക്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ദെൻ 1 by 1 ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഡുവൽ നേച്ചറുള്ള ടോപ്പിക്സും അതിനുശേഷം 1 by 1 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വേവ് ഒപ്റ്റിക്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഹൈഗൻസ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ? ഈ ഹൈഗൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷൻ, ഓക്കെ, ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ലോ ഓഫ് റിഫ്രാക്ഷൻ ദാറ്റ് ഈസ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഇന്റർഫറൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്റർഫറൻസ് എന്താണ്, ഇന്റർഫറൻസ് എന്നുള്ള ഔട്ട്ലൈൻ ചെറിയൊരു കാര്യം. അതിനുശേഷം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഈ ചാപ്റ്ററിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അതിനെ മോഡൽ എക്സാം വരുമ്പോൾ കുറച്ച് സിമ്പിൾ ആക്കി ചോദിച്ചു എന്നാണ്. ആ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ ഒരു വീഡിയോ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, അതിന്റെ ഗ്രാഫും ബാൻഡ് പിടുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡൈഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ, ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം മതി. എന്താണ് ഡൈഫ്രാക്ഷൻ? മോഡൽ എക്സാമിന് വന്നു, പക്ഷേ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ തന്നിട്ട് ഇറ്റ് ഈസ് കോൾഡ് അല്ലെ, അതെന്താണെന്നാണ് ചോദിച്ചത്. ഡൈഫ്രാക്ഷൻ ഏറ്റവും എത്ര ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളല്ലെങ്കിലും നമുക്കൊരു ഔട്ട്ലൈൻ എന്തായാലും നോക്കി വെക്കാം. അതിൽ ഡെറിവേഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചാപ്റ്ററിൽ ഫൈനൽ വരുന്ന കാര്യമാണ് പോളറൈസേഷനുമായി ബന്ധപ്പെട്ട് ലൈറ്റിന്റെ മറ്റൊരു ഫിനോമിനൻ. അപ്പോൾ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരു ലോ പഠിക്കണം, ബ്രൂസ്റ്റേഴ്സ് ലോ മതി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വേവ് ഒപ്റ്റിക്സിൽ ഫുൾ അടിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്താ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ, എഴുതി പഠിക്കണേ. ഓക്കെ, അപ്പോൾ ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കാര്യമാണ് ഈ ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഈ ഹൈഗൻസ് പ്രിൻസിപ്പിളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ചാപ്റ്ററിന്റെ ഇൻട്രോയിലുണ്ട്. അത് പറയാനുള്ള കാരണം നമുക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. ആ ഒരു വേവ് ഫ്രണ്ടിൽ നിന്ന് പണ്ട് ഇടയ്ക്കിടയ്ക്ക് 1 മാർക്കിന്റെ സെഷനിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വേവ് ഫ്രണ്ട് കേട്ടോ, അതിന്റെ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കോൺസെപ്റ്റിലൂടെ ടോപ്പിക്സ് പഠിച്ചു തീർക്കാം കേട്ടോ. ഫൈനൽ ടൈം ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് പല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം, പക്ഷെ ബൈ ഹാർട്ട് സ്റ്റഡിയിലേക്ക് പോകാൻ പാടില്ല. വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് വേവ് എന്ന് പറയാം. വേവിന്റെ ഷേപ്പിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഈ വേവ് ഫ്രണ്ട് പല തരത്തിലുണ്ട്. അത് മേ ബി എന്താക്കാന്ന് പറയാ, സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ട്. അത് പറഞ്ഞിട്ടോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ വന്നേക്കാം. അതുകൊണ്ട് അതിന്റെ ഇടയിൽ അതുകൂടി പറയുന്നത്. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ട്. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അപ്പൊ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് എവിടെയാണ്, ആർക്കാണ് ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഒരു ലൈറ്റ് സോഴ്സ് പോയിന്റ് സോഴ്സ് ആണെങ്കിൽ, ഓക്കെ, പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേവ് ഫ്രണ്ട്, വേവിന്റെ ഷേപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, സ്ഫിയർ ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക കേട്ടോ. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. ഇനി വേണമെങ്കിൽ ചോദിക്കാം ലീനിയർ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് കേട്ടോ. ഓക്കെ, വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ആവാം, സിലിണ്ടറിക്കൽ ഷേപ്പ് ആകാം. ഓക്കെ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടണമെങ്കിൽ ആ ലൈറ്റ് സോഴ്സ് ലീനിയർ ആയിരിക്കണം. അപ്പൊ ലീനിയർ ലൈറ്റ് സോഴ്സ് ആണെങ്കിലാണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് വരിക. പിന്നെ നമുക്ക് ഇൻഫിനിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ, ലൈറ്റ് സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമുക്ക് പ്ലാനാർ ആയിരിക്കും.
പ്ലാനാർ വേവ് ഫ്രണ്ടിന്റെ ലൈറ്റ് സോഴ്സ് ഇൻഫിനിറ്റിയിലാണ് എങ്കിൽ നമുക്ക് അങ്ങനെ കൂടി പറയാം കേട്ടോ. അതും കൂടി ഓർമ്മിച്ചോ. അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമുക്കത് വരുന്നുണ്ട്. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ടിന്റെ കാര്യം ഓർമ്മിക്കുക. പോയിന്റ് സോഴ്സ് ആണ് ലൈറ്റ് എങ്കിൽ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. വേവിന്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ഫിയർ ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വേവ് ഫ്രണ്ട് ഇൻട്രോ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. നമുക്ക് വീണ്ടും ഹൈഗൻസ് പ്രിൻസിപ്പിളിലേക്ക് തന്നെയാണ് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ഹൈഗൻസ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളിലേക്ക് ഒന്നും അല്ല പോകുന്നത്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഔട്ട്ലൈൻ അറിഞ്ഞിരിക്കണം. ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആൻസർ ചെയ്യാം. ഒരു പോയിന്റ് സോഴ്സ് എസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് സോഴ്സ് ആണ് നമുക്കറിയാം. അതിന്റെ വേവ് ഫ്രണ്ട് എന്തായിരിക്കും? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈഗൺ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ വേവ് ഫ്രണ്ട് ഇപ്പൊ ആദ്യം കിട്ടിയ ഈ വേവ് ഫ്രണ്ടിനെ വിളിക്കുന്ന പേര് പ്രൈമറി വേവ് ഫ്രണ്ട് എന്നാണ്. പ്രൈമറി വേവ് ഫ്രണ്ട് കേട്ടോ. ആ പ്രൈമറി വേവ് ഫ്രണ്ട് ഷേപ്പ് എന്താ? സ്ഫെരിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം ഈച്ച് പോയിന്റ് ഓൺ എ പ്രൈമറി വേവ് ഫ്രണ്ട്. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ഈ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് പോയിന്റ് ആൻസർ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ഒരു സെക്കൻഡറി സോഴ്സ്, ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ, അതായത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ലൈറ്റ് പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പോയിന്റ് സോഴ്സ് കൺസിഡർ ചെയ്തു. അതിന്റെ വേവ് ഫ്രണ്ട് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ആയതുകൊണ്ട് പ്രൈമറി എന്നാണ് വിളിക്കുന്നത്. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും മറ്റൊരു ലൈറ്റ് സോഴ്സ് ആയിട്ട്, അതായത് സെക്കൻഡറി ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഈ ഒരു ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഇവനൊരു വേവ് ഫ്രണ്ട് തരും, ഇവർക്കൊരു വേവ് ഫ്രണ്ട് ഉണ്ടാവും, ഇവർക്കൊരു വേവ് ഫ്രണ്ട്, അങ്ങനെ ഓരോ ആൾക്കാരും ഒരു സോഴ്സ് ആയിട്ട്, പോയിന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്താൽ ഇവർക്കൊക്കെ ഒരു എന്ത് കിട്ടാവും? ഒരു സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാവും അല്ലേ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ടാൻജന്റ്, ഇതിന് വേവ് ലെറ്റ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ഇതിനൊക്കെ ഈ വേവ് ലെറ്റ്സുകളെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ആൾ കിട്ടും. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, സോഴ്സ് പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാരും ഇതിന്റെ പോയിന്റ് സോഴ്സിൽ ഓരോ ആൾക്കാരും മറ്റൊരു ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതൊരു സെക്കൻഡറി സോഴ്സ് ആവും. അവർ വീണ്ടും എന്ത് തരും? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഓരോ വേവ് ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് വേവ് ലെറ്റ്സ്, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇതാണ് വേവ് ലെറ്റ്സ്. ഈ വേവ് ലെറ്റ്സിൽ നിങ്ങൾ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, ടാൻജൻഷ്യൽ സർഫേസ് ടു ദ വേവ് ലെറ്റ്സ് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മറ്റൊരു വേവ് ഫ്രണ്ട്. അപ്പോൾ ഇത് പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. ഇതിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി വേവ് ഫ്രണ്ട് ആണ്. ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഹൈഗന്റെ ആ ഒരു പ്രിൻസിപ്പിൾ കൂടി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് കണ്ടിന്യൂ ചെയ്യും. ടെർഷ്യറി വേവ് ഫ്രണ്ട് അങ്ങനെ പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു കാര്യം ഓർമ്മിക്കണം. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ അതേ വെലോസിറ്റി ആണ് സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. വെലോസിറ്റിയിൽ മാറ്റം അവിടെ വരുന്നില്ല. പക്ഷേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിൽ മാറ്റം വരുന്നത് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂടി ഓർമ്മിക്കുക. വെലോസിറ്റി സെയിം ആണ് പ്രൈമറി വേവ് ഫ്രണ്ടിന്റെയും സെക്കൻഡറി വേവ് ഫ്രണ്ടിലൊക്കെ വെലോസിറ്റി സെയിം ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞതാണ്. നമുക്ക് ഈ ഒരു ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡെറിവേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് ആദ്യം റിഫ്ലക്ഷൻ ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം റിഫ്രാക്ഷൻ ആണ് എക്സാമിന് കൂടുതൽ വന്നതെങ്കിലും ഞാൻ അതിൽ റിഫ്രാക്ഷൻ മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്, ലോ ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് മോഡൽ എക്സാമിന് ലോ ഓഫ് റിഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോ ഓഫ് റിഫ്രാക്ഷൻ മാത്രം പഠിച്ചിട്ട് പോകല്ല, റിഫ്ലക്ഷൻ കൂടി നോക്കിക്കൊള്ളുക. അപ്പോൾ ഒന്നുമില്ല, ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മൂത്ത് സർഫേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് റിഫ്ലക്ഷൻ ഒരു സ്മൂത്ത് സർഫേസ് വേണമല്ലോ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് വരുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനാർ വേവ് ഫ്രണ്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇൻഫിനിറ്റി. അതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യണം, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നു. ഓക്കെ, ഇവിടെ ഇയാൾ വന്നിട്ട് ഇവിടുന്ന് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേ ടൈം ആണ് ഒരു പോയിന്റ് ഒക്കെ കൊടുക്കുകയാണ്, എ എന്നൊക്കെ കൊടുക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ, ഇവൻ ബി എന്ന് വിളിക്കുക, എ ബി. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ് സോഴ്സ് എയിൽ ഇൻസിഡന്റ് ചെയ്തു. ഇവൻ ഇവിടെ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്തു. നിങ്ങൾ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരക്കുക. ഇവനിവിടെ ഇൻസിഡന്റ് ചെയ്തു. പക്ഷെ അതേ ടൈമിൽ ബി ഇൻസിഡന്റ് ചെയ്തുവാ? ഇല്ല, ബി ഇൻസിഡന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എ ഇൻസിഡന്റ് ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്? ഇവൻ റിഫ്ലക്ട് ചെയ്ത് പോയി. ഓക്കെ, എ റിഫ്ലക്ട് ചെയ്ത് പോയി. ഓക്കെ, എ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ടൈമിലാണ് ബി ഇങ്ങോട്ടേക്ക് വരുന്നത്. ദാറ്റ് മീൻസ് ബി, ഈ പോയിന്റ് നമുക്ക് സി എന്ന് കൊടുക്കാം. ബി സിയിലേക്ക് എത്തുന്ന ആ ഒരു ഡിസ്റ്റൻസിലെ അതേ സമയം, ഓക്കെ, ഇവിടെ നിന്ന് ഒരേ മീഡിയ ആണല്ലോ. അപ്പൊ ബിയിൽ നിന്ന് സിയിലേക്ക് കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ബി ടു സി അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസ് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കവർ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഇവൻ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ടാകും. അതേ ഡിസ്റ്റൻസ് റിട്ടേൺ പോയിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? എന്താ സംഭവിച്ചേ? ഇവൻ ഇവിടെ എത്തുന്ന ടൈമിൽ ഇവൻ ഇവിടെ എത്തുക, വേണമെങ്കിൽ നെയിമൊക്കെ വേറെ നെയിം കൊടുക്കാം, പി ക്യൂ എന്നോ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ എയിൽ എത്തിയ ടൈമിൽ ബി ഇവിടെ ഉണ്ട് അത്രേ. ഓക്കെ, അപ്പൊ ഇവൻ ഇവിടെ എത്തുന്ന സമയം അതേ ടൈമിൽ സൈമൾട്ടേനിയസിലായിട്ട് എ തിരിച്ച് ഇങ്ങോട്ട് പോയിട്ടുണ്ടാകും. ബി ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത്, കാരണം നേരത്തെ എത്തിയതാണല്ലോ. നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരക്കണേ, ബെൻഡിങ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇവ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കാം. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ,
പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു നോർമൽ കാണിക്കാം, ഇവിടെ നോർമൽ കാണിക്കാം, അതിനുശേഷം ഇവന് റിഫ്ലക്ട് ചെയ്ത് പോകും. അവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കൊടുത്തു, നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അവിടെ തന്നെ റിഫ്ലക്ഷൻ, ഇവിടെ ഇൻസിഡൻസ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ കൊടുക്കാം. പക്ഷെ അതൊന്ന് മാറ്റാം, അയാൾ കൂടി കൺസിഡർ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ഈ ഒരു പോയിന്റിന് നമുക്ക് ഡി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡി അല്ല ബാക്കിയുള്ള. ഓക്കെ, അവിടെ ജസ്റ്റ് ഇയാൾക്കുമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫിഗർ വരക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, എ ബി ആണ്. അതിൽ എ ഇൻസിഡന്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്ത ടൈമിൽ ബി ഇൻസിഡന്റ് ചെയ്തിട്ടില്ല. അയാൾ ഇൻസിഡന്റ് ബി സിയിലേക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. ആ ഡിസ്റ്റൻസ് നമുക്കറിയാം വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ടു ടൈം ആണ്. അപ്പൊ ബി സി എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസ് ആണ് എ ഡി എന്നാണ് പറയുന്നത്. ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ഇവൻ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചെത്തി, അല്ലെങ്കിൽ എ ഡിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എ ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും വെലോസിറ്റിയുടെ ടൈം ആണ്. വെലോസിറ്റി വിളിക്കാൻ കാരണം എന്താ, ഒരിറ്റ മീഡിയം ആണ്, അതുകൊണ്ട് വെലോസിറ്റിയുടെ ടൈം എന്ന് മതി, അത്രയേ വേണ്ടൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഒരു ആംഗിൾ കുറച്ച് പെട്ടെന്ന് പറയുകയാണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ ഐ ആണ്. ഇവൻ നമുക്കറിയാം നോർമൽ ആണ്, ദാറ്റ് മീൻസ് ഇവൻ 90 മൈനസ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ ആംഗിൾ, ഓക്കെ ഇവൻ കേട്ടോ, ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇത് ഇത്രയേ ഉള്ളൂ. ഈ ആംഗിൾ നമ്മൾ എന്ത് വിളിച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നതാണ്. ഇത് വേവ് ഫ്രണ്ട് ആണ്, ഇത് റിട്ടേൺ പോയതാണ്. ഓക്കെ, അപ്പൊ ഇവൻ എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് 90 മൈനസ് ഐ എന്ന് വിളിച്ചൂടെ, 90 മൈനസ് ഐ എന്ന് വിളിക്കാം. ഈ ടോട്ടൽ ആംഗിൾ എത്രയാ, ടോട്ടൽ ആംഗിൾ 90 ആണ്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ ഐ ആയിരിക്കും. അത് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഞാൻ അത് ജസ്റ്റ് കണ്ടുപിടിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്താലും മതി, നിങ്ങൾ ആ ആംഗിൾ ഐ ആണെന്ന് കാണിച്ചു വെക്കാം കേട്ടോ. ആ ആംഗിൾ ഐ, ഓക്കെ, ഈ ആംഗിൾ ഐ ആണ്. സിമിലർലി ഈ ആംഗിൾ ആറും ആയിരിക്കും. ഈ ആംഗിൾ കംപ്ലീറ്റ് കേട്ടോ, 6. അത്രമാത്രം ഓർമ്മിക്കുക. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാൻ നോക്കിക്കോ. ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്നത് ശരിക്കും നോക്കുക, അതിന്റെ ട്രയാംഗിൾ എ ബി സി കേട്ടോ, എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ എ ബി സിയിൽ ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി, സൈൻ ഐ കണ്ടുപിടിക്കാൻ വേണ്ടി, സൈൻ ഐ. വട്ട് ഈസ് സൈൻ ഐ? സൈൻ ഐ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആരാ, ബി സി ആണ് ഓപ്പോസിറ്റ് സൈഡ് വരിക അല്ലെ. സൈൻ ഐ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആരാ, ബി സി. ഹൈപ്പോട്ടനസ് ആരാ, എ സി. ഇതിനാണ് ഇക്വേഷൻ. അല്ലെ ബി സി വേണം കൊടുക്കാം. ബി സി എന്ന് പറഞ്ഞാൽ എന്താ, ബി സി എന്താ, ഡിസ്റ്റൻസ് എന്താ, വി ഇൻറ്റു ടി. അപ്പൊ ബി സി ഇത് കൊടുത്തു, വി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എ സി. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു ട്രയാംഗിൾ, കാരണം 6 വരുന്ന ട്രയാംഗിൾ. അപ്പൊ എന്ത് കൊടുക്കാം, ഇപ്പൊ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത എ ബി സി ആണ്. ഓക്കെ, എ ബി സി അല്ല കൺസിഡർ ചെയ്ത, തെറ്റിപ്പോയിട്ടില്ലല്ലോ. സൈൻ ഐ എന്ന് പറയുമ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ഒരു ട്രയാംഗിൾ. നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഈ ആംഗിൾ 6 ആണെന്ന് പറഞ്ഞു. ഈ ആംഗിൾ കംപ്ലീറ്റ് ആണ് കേട്ടോ, 6. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ 6 വരുന്ന ട്രയാംഗിൾ. അപ്പൊ 6 വരുന്ന ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ സി ഡി എ അല്ലെങ്കിൽ എ സി ഡി, ട്രയാംഗിൾ എ ഡി സി, ട്രയാംഗിൾ എ ഡി സി അല്ലെങ്കിൽ ട്രയാംഗിൾ എ സി ഡി. അതിൽ സൈൻ 6 കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതാണ് സൈൻ 6 കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ട്രയാംഗിളെ ശരിക്കും നിങ്ങൾ കറക്റ്റ് കുറച്ച് സൈസിൽ വരക്കാം കേട്ടോ. സൈൻ 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡി ആണ് ഓപ്പോസിറ്റ് സൈഡ്. എ ഡി ആണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആരെന്നെ, എ സി തന്നെ. ഈ എ ഡി എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലെ, ബി സി എത്രയാണോ അതേ തന്നെയാണ് എ ഡിയും ബി സിയും സെയിം ആണ്. അത് വി ടി ബൈ എ സി ആണ്. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. ഇനി രണ്ടിന്റെ ഇക്വേഷൻ 1നും ഇക്വേഷൻ 2നും RHS നോക്കിയേ. ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2 അല്ലേ, കാരണം രണ്ടിന്റെയും RHS വി ടി ബൈ എ സി ആണെങ്കിൽ രണ്ടിന്റെ LHS സെയിം ആയിരിക്കില്ല. അതായത് സൈൻ ഐ ഇസ് ഈക്വൽ ആരാണെന്ന് കിട്ടി, 6 ആണെങ്കിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആവശ്യമില്ല. സൈൻ 6 ആണെങ്കിൽ ഐ ഇസ് ഈക്വൽ ആരാ, 6 ആയിരിക്കും. ദിസ് ഈസ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയില്ലേ. അപ്പൊ ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ആണ്. എപ്പോഴും പറയുന്ന പോലെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് കാണുക. ഓക്കെ, സ്പീഡ് കൂടുതൽ തോന്നിയവർക്ക് എന്ത് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. കുറവാണ് തോന്നിയവർ കൂടിയിട്ടും കണ്ടുകൊള്ളുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ലോ ഓഫ് റിഫ്രാക്ഷൻ മോഡൽ എക്സാമിന് ഇവൻ ചോദിച്ചതാണ് പല പ്രാവശ്യം, അല്ലെങ്കിൽ ഈ രണ്ട് ഡെറിവേഷൻ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ലോ ഓഫ് റിഫ്രാക്ഷൻ തന്നെയാണെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ലോ ഓഫ് റിഫ്രാക്ഷൻ നമുക്കറിയാം, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സ്നെൽസ് ലോ, സൈൻ ഐ അപ്പോൺ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 upon n1, that is n21. Sin I by sin R is a constant or refractive index ആണ് എന്നുള്ള ഈ ഒരു സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്നെൽസ് ലോ തന്നെയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഫിഗർ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ടത് ഫിഗർ നല്ല നീറ്റായിട്ട് സ്കെയിൽ പെൻസിൽ യൂസ് ചെയ്ത് വരക്കാം കേട്ടോ. ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫേസ് ആണ്, റിഫ്ലക്റ്റിംഗ് അല്ല. റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ അതിലൂടെ ഹാർഡ് ഇത് കൊടുക്കും അല്ലെ, വെരി സ്മൂത്ത് ആണെന്ന് കൺസിഡർ ചെയ്യും.
ഒരു നോർമൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നോർമൽ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫിനിറ്റിയിൽ നിന്നും ലൈറ്റ് വരുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ലൈറ്റ് സോഴ്സ് കേട്ടോ, ഇൻഫിനിറ്റിയിൽ നിന്നും ലൈറ്റ് സോഴ്സ് വരുന്നതായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. സ്കെയിൽ യൂസ് ചെയ്ത് വരക്കണേ, സ്കെയിൽ പെൻസിൽ യൂസ് ചെയ്ത് വരക്കാം. ഇങ്ങനെ ഒരു ലൈറ്റ് സോഴ്സ് വരുന്നതായിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇൻസിഡന്റ് ചെയ്തു. നമുക്ക് അവിടെ നോർമൽ, ആ ഒരു ഇൻസിഡന്റ് ചെയ്തപ്പോൾ നോർമൽ കൊടുത്താൽ മതി. ആദ്യം നിങ്ങൾ വരക്കാൻ അവിടെ എന്ത് ചെയ്യാൻ നോർമൽ വരക്കാം. അതായത് നോർമൽ വരച്ചിട്ട് വരക്കാൻ ആക്കണ്ട, ആദ്യം പ്ലെയിൻ വേവ് ഫ്രണ്ട് വരാം, എന്നിട്ട് അവിടെ ഇൻസിഡന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കില്ലേ. ഓക്കെ, അവൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് എടുക്കാം കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് ഒരു മീഡിയമാണ്. ആ മീഡിയം വരുന്ന മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞാണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് എ എന്ന് എടുക്കാം. ആ പോയിന്റ് എ ആയിട്ട് എടുത്തു. ഓക്കെ, ആഫ്റ്റർ റിഫ്രാക്ഷൻ, ഓക്കെ, ഇവൻ ഇവിടെ നിന്ന് ഇൻസിഡന്റ് ചെയ്തു, ഇവർക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുക, റിഫ്രാക്ട് ചെയ്തിട്ട് ഇവൻ ഇവിടെ എത്തി. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. നേരത്തെ സെയിം മീഡിയത്തിലാണ് സംഭവിക്കുന്നത്, ഇത് മീഡിയം മാറി. പക്ഷെ ദാറ്റ് മീൻസ് ഇവൻ ബി എന്ന് എടുക്കാം. ഇവൻ ഇവിടെ നിന്നും ഇവിടെ എത്താൻ എടുത്ത ആ ടൈം കൊണ്ട് അവന് ഇത്ര ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തി. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിൽ അവൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവൻ ഇവിടുന്ന് എത്താൻ എടുത്ത അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് വേണം VT എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ V1 × T എന്ന് കൊടുക്കാം. കാരണം വെലോസിറ്റി മാറും. എന്തുകൊണ്ടാണ് V1 × T എന്ന് കൊടുത്തത്? ഈ മീഡിയത്തിൽ വെലോസിറ്റി V1 ആണ്, പക്ഷെ ഈ മീഡിയത്തിൽ വെലോസിറ്റി ഡിഫറെന്റ് ആണ്. കാരണം മീഡിയം മാറിയില്ലേ. നമ്മുടെ റേപ്റ്റിക്സിൽ എടുത്ത് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. മീഡിയം മാറുമ്പോൾ വെലോസിറ്റി മാറുന്ന കാര്യം അറിയാം, നമുക്ക് വേവ് ലെങ്ത്തിൽ ചേഞ്ച് വരും. ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസ് T എന്ന് പറയുന്ന ടൈം കൊണ്ട് തന്നെയാണ് V2T. ചെറിയ കണ്ട, ദാറ്റ് മീൻസ് കണ്ട, നേരത്തെ ഇത് രണ്ട് സെയിം ആണ്, ഇതേ ഡിസ്റ്റൻസ് ആണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. പക്ഷേ ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ, ഇത് കൂടുതലാണ്. കാരണം നമ്മൾ എയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എയറിൽ വെലോസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ വെലോസിറ്റി കുറവായതുകൊണ്ട് ഇവിടെ ഡിസ്റ്റൻസ്. പക്ഷേ രണ്ടും ഒരേ സമയം കൊണ്ടാണ് ഇവൻ ഇവിടെ എത്തിയത്. അതേ സമയം കൊണ്ട് ഇവൻ എയിൽ നിന്ന് ഡിയിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് രണ്ടും ഒരുപോലെ വരക്കാൻ വേണ്ടി പാടില്ല. എന്തുകൊണ്ടാ? V1 > V2 ആണ്. അതുകൊണ്ട് തന്നെ V1T > V2T. V2T ഇത്ര മാത്രമേ ഉണ്ടാവൂ. ഈ ഇവൻ ഇതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിക്കാം. അതിനുശേഷം ഇവർ ഇവിടുന്ന് റിഫ്രാക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇത്രയും കാര്യങ്ങളാണ് ഫിഗറിൽ വേണം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വരക്കുക. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ കിട്ടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ 90 - I ആണ്, ഇവൻ I ആണ്. ഓക്കെ, ഇവൻ 90 - I, പിന്നെ 90 - 90 അതിന്റെ ആവശ്യമില്ല, I എന്ന് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ R ആണ്, ഇത് 90 - R ആണ്, ഈ ആംഗിൾ R ആണ്. കാരണം എനിക്ക് എന്തുകൊണ്ടാണ് ഈ R പോലെ, ഈ I പോലെ, കാരണം അങ്ങനെ ഈ ആറും കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇവർ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വേണം. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ചെയ്യുന്ന ട്രയാങ്കിൾസ് വെച്ചിട്ടാണ്, ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. ഇവിടെ ഈ ആറും കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഇത് ഇവിടെ R, ഓക്കെ, ഇത് 90 - R, 90 - 90 - R. ഓക്കെ, അങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇവിടെ I 90 - I, 90 - I. അതുകൊണ്ട് I എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് ട്രയാങ്കിൾസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതായിട്ട് I വരുന്ന ട്രയാങ്കിളും R വരുന്ന ട്രയാങ്കിളും ബാക്കിയുള്ള നേരത്തെ ചെയ്തത് അതുപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം മക്കളെ. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABCയിൽ നിന്ന് വാട്ട് ഈസ് സൈൻ I എന്ന് കണ്ടുപിടിക്കുക. സൈൻ I ഓപ്പോസിറ്റ് സൈഡ്. വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ്? ഓപ്പോസിറ്റ് സൈഡ് ആരാ? BC. ഹൈപ്പോട്ടനസ് ആരാ? AC ആണ് കേട്ടോ. ഇത് C ആണ്, ഹൈപ്പോട്ടനസ് AC ആണ്. അപ്പൊ BC അപ്പോൾ ആര് കിട്ടും? AC കിട്ടും. വാട്ട് ഈസ് BC? BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 × T / AC. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി R കണ്ടുപിടിക്കണം. സോ R കണ്ടുപിടിക്കുന്ന ട്രയാങ്കിൾ ഏതാ നോക്ക്. ട്രയാങ്കിൾ ACD. ട്രയാങ്കിൾ ACD എന്ന് പറയുന്ന ട്രയാങ്കിളിൽ വാട്ട് ഈസ് സൈൻ R? സൈൻ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ R ഓപ്പോസിറ്റ് സൈഡ് AD ആണ്, ഹൈപ്പോട്ടനസ് അത് AC തന്നെ. പക്ഷെ AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് V1T അല്ല, അത് V2T ആണ്. V2T upon AC. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ സൈൻ I കിട്ടിയിട്ടുണ്ട്, സൈൻ R കിട്ടിയിട്ടുണ്ട്. therefore ഇക്വേഷൻ നമ്പർ 1 / ഇക്വേഷൻ നമ്പർ 2. എനിക്ക് സൈൻ I / സൈൻ R ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യാം. അപ്പോൾ സൈൻ I / സൈൻ R ചെയ്യും, ഇങ്ങനെ ചെയ്താൽ മതി. സൈൻ I / സൈൻ R ചെയ്യാം. സൈൻ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1T upon AC all divided by V2T upon AC. AC ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. V1T / V2T. നമുക്ക് T ഓൾറെഡി ക്യാൻസൽ ചെയ്യായിരുന്നു, ഇപ്പൊ T ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? V1 / V2. എനിക്ക് V1 / V2 എന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്, N2 / N1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സീനൊന്നുമില്ല, പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = C/V ആണ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന N = C/V ആണ്. ഓക്കെ, ഇവിടെ C ഒരു കാര്യം ഇങ്ങനെ കൊടുക്കാം, N = V1 / V2 ആണ്. ഓക്കെ, N ഇങ്ങനെ കൊടുക്കാം, N = C/V. അങ്ങനെയാണ്. വാട്ട് ഈസ് N1? C/V1. വാട്ട് ഈസ് N2? C/V2. ഓക്കെ അല്ലേ? N C/V. അങ്ങനെയാണ്. N1 എന്താ? C/V1. N2 എന്താ? C/V2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും N2 / N1 കണ്ടുപിടിച്ചൂടെ? N2 / N1 മക്കളൊന്ന് N2 / N1 കണ്ടുപിടിച്ചേ. C/V2 / C/V1.
ഓക്കെ, N2 by N1 ഇത് ഇത് ചെയ്യാം. അപ്പോൾ C by V2 divided by C by V1. C പോയി. ഈ V1 മുകളിലോട്ട് വരും. ദാറ്റ് ഈസ് V1 by V2. അപ്പോൾ V1 by V2 ആര് തന്നെയാണ് കിട്ടുന്നുണ്ട്? N2 by N1. V1 by V2 N2 by N1 ആണ്. ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ V1 by V2 ഒരു N2 by N1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? Sin I by sin R N2 by N1 or N21. Hence proved. ഓക്കെ, ഇതാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ആ ഫിഗർ മനസ്സിലാക്കിയിട്ട് ട്രയാങ്കിൾസിൽ നിന്നും സൈൻ ഐയും സൈൻ ആറും കണ്ടുപിടിക്കുക, അതിൽ നിന്ന് വെലോസിറ്റി റിലേഷൻ കണ്ടുപിടിക്കുക, വെലോസിറ്റിയിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് വരിക. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മോഡൽ എക്സാമിന് മാത്രമല്ല പല പ്രാവശ്യം ചോദിച്ചതാണ്. ഈ രണ്ട് സെഷനിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടിയാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് സ്നെൽസ് ലോന്റെ ആ ഒരു ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്നെൽസ് ലോയും അതുപോലെ ലോ ഓഫ് റിഫ്ലക്ഷൻ ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ലോ ഓഫ് റിഫ്ലക്ഷനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഗൻസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു. ഇനി വേവ് ഒപ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഡെറിവേഷൻസ് ചെറിയ സ്റ്റെപ്പിൽ സിമ്പിൾ സ്റ്റെപ്പിൽ പഠിച്ചൊരു മാർക്ക് കളയണ്ട. NCERT ബേസ്ഡ് ആയിട്ട് ഡെറിവേഷൻസ് പഠിക്കുക. നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്കൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് ടൈം എടുത്തിട്ട് തന്നെ പഠിക്കണം. അത് വേറെ കാര്യം, ടൈം കിട്ടിയില്ല. ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുക. ഇന്റർഫറൻസ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്നാണ് പറയുക. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് വേവ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ്സ്. ഒരു സ്ഥലത്ത് വേവ്സ് കൂടിച്ചേരുന്നു, ഒന്നിലധികമോ വേവ്സുകൾ, രണ്ടോ രണ്ടിലധികമോ വേവ്സ് കൂടിച്ചേരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഇന്റർഫറൻസ്. സൂപ്പർ പൊസിഷൻ വേവ്സ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് വേവ്സ് എന്നൊക്കെ പറയും. അതിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ട്. അത് പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പോകുന്നില്ല, കാരണം ലെങ്ത് ആയിട്ട് ഒരു ഡെറിവേഷൻ ഇവിടെ വരുന്നുണ്ട്. ഇന്റർഫറൻസ് എന്താണെന്നും എക്സാമിന് ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ ഇന്റർഫറൻസ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് കൺസ്ട്രക്റ്റീവ്, ദാറ്റ് മീൻസ് വേവ്സിന്റെ കൂടിച്ചേരുകൾ ആണ് എന്ന് ഓർമ്മിക്കുക. രണ്ട് വേവ്സ് കൂടിച്ചേരുന്ന സമയത്ത് മേ ബി അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് തരാം, അല്ലെങ്കിലോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും പോസിബിൾ ആണ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഓർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇന്റൻസിറ്റി ആണ്, മാക്സിമം ഇന്റൻസിറ്റി. ഓക്കെ, I max എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഇന്റൻസിറ്റിന്റെ വാല്യൂ മിനിമം ആണ്, മിനിമം ഇന്റൻസിറ്റി. ദാറ്റ് മീൻസ് ഒരു വേവ് ഇങ്ങനെയുണ്ട്, മറ്റൊരു വേവ്, ഓക്കെ, രണ്ട് വേവുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് A1, രണ്ടാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് A2 ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിൽ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാളുടെയും ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് A1 + A2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് വണ്ണിന്റെ ആംപ്ലിറ്റ്യൂഡ് പ്ലസ് സെക്കൻഡ് വണ്ണിന്റെ ആംപ്ലിറ്റ്യൂഡ് ഹോൾ സ്ക്വയർ ചെയ്യുക. I മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 മൈനസ് ആണ്, അതുകൊണ്ടാണ് അത് മിനിമം ഇന്റൻസിറ്റി ആകുന്നത്. അപ്പോൾ ആ റിലേഷൻ ഓർമ്മിക്കട്ടെ, ഇന്റൻസിറ്റി വേഴ്സസ് ആംപ്ലിറ്റ്യൂഡ് റിലേഷൻ. I പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ എന്നാണ് ജനറലി പറയാം. ഇന്റൻസിറ്റി, ഇന്റർഫറൻസിന്റെ ഇന്റൻസിറ്റി, ഇന്റൻസിറ്റി ഓഫ് ഇന്റർഫറൻസ് ആണ് I പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആണ് മക്കളെ ഓർമ്മിച്ചോ. അപ്പോൾ ഇത് കൺസ്ട്രക്റ്റീവ് ആകുമ്പോഴാണ് A1 + A2 ഹോൾ സ്ക്വയർ, രണ്ടെണ്ണം വേണമല്ലോ. ജനറലി I പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ആകുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, അതിൽ മാക്സിമം ആകുമ്പോഴാണ് A1 + A2 ഹോൾ സ്ക്വയർ, മിനിമം ആകുമ്പോൾ A1 - A2 ഹോൾ സ്ക്വയർ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഇതൊന്നും അല്ല പഠിക്കേണ്ടത്. നമുക്ക് ഇന്റർഫറൻസുമായി ബന്ധപ്പെട്ട് യങ്ങിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്, അതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ്, നമുക്ക് ആ ഫിഗർ കാര്യങ്ങൾ വേണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എന്തെങ്കിലും ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കൊഹറന്റ് സോഴ്സ് എന്ന് മാത്രമായിരുന്നു അല്ലെ. കൊഹറന്റ് സോഴ്സ് എന്നുള്ള കാര്യം യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, നോട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, യങ്ങിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇന്റർഫറൻസിന് വേണ്ടിയിട്ടാണ്, ഇന്റർഫറൻസ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇന്റർഫറൻസ് ആണ് നമ്മൾ ഈ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ സോഴ്സ് മസ്റ്റ് ബി കോഹറന്റ് എന്ന് പറയുന്നുണ്ട്. സോഴ്സ് എന്തായിരിക്കണം? കോഹറന്റ് സോഴ്സസ് ആയിരിക്കണം, കോഹറന്റ് സോഴ്സസ് ആയിരിക്കണം. അപ്പോൾ വാട്ട് ഈസ് കോഹറന്റ് എന്നുള്ള കാര്യം അതിന്റെ കൂടെ ഓർമ്മിക്കുക. ഇപ്പോൾ ചോദിച്ചു വാട്ട് ഈസ് കോഹറന്റ് സോഴ്സ്. കോഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഴ്സിന് അല്ലെങ്കിൽ കോഹറന്റ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, സെയിം ഫ്രീക്വൻസി ആയിരിക്കും, സെയിം ഫേസ് ആയിരിക്കും, ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളെയാണ് നമ്മൾ കോഹറന്റ് സോഴ്സ്. ഇത് ഒരു മാർക്കിന് 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ കോഹറന്റ് സോഴ്സ് ആണ്, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, സെയിം ഫ്രീക്വൻസി ആണ്, സെയിം ഫേസ് ആയിട്ടുള്ള വേവ്സിനെയാണ്, അല്ലെങ്കിൽ സോഴ്സ്
സോഴ്സിനെയാണ് കൊഹറന്റ് സോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നല്ലൊരു സസ്റ്റെയിൻ ഇന്റർഫറൻസ്, നല്ലൊരു ബെറ്റർ ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ കൊഹറന്റ് സോഴ്സ് ആയിരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് ഇന്റർഫറൻസ് ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഓർമ്മിക്കാം. ഇനി അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു ഡയഗ്രം നമുക്ക് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു കേസ് വരക്കുന്നുണ്ട് അല്ലേ, ഒരു സ്കെയിൽ യൂസ് ചെയ്തൊക്കെ വരക്കാം. ബെൻഡിങ് വരുന്നുണ്ട്. ഓക്കെ, ഒരു സോഴ്സ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ സോഴ്സ് കൊഹറന്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 ഇൻഡിപെൻഡന്റ് സോഴ്സ് എടുക്കുന്നതിന് പകരം അദ്ദേഹം ഒറ്റ സോഴ്സിനെ 2 സോഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് 2 ഹോൾ ഇട്ട് കൊടുത്തു, സ്ലിറ്റ് കാണും എന്നുള്ള കാര്യം ഓർമ്മിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്ക്രീൻ അദ്ദേഹം വെച്ചു. എന്നിട്ട് ഇതിന് നേരെ സെന്ററുള്ള പോയിന്റ് നിങ്ങൾ എന്ത് കൊടുക്കുക, O എന്ന് കൊടുക്കുക. സെന്ററുള്ള പോയിന്റിനെ O എന്ന് കൊടുക്കുക, ഒറിജിൻ പോലെ ആ ഒരു O എന്ന് കൊടുക്കുക. ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ മക്കൾ സ്മോൾ ഡി എന്ന് കൊടുക്കണം. അങ്ങനെ തന്നെ കൊടുക്കണം. സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി. ഈ സ്ലിറ്റും സ്ക്രീൻ, ഇത് സ്ക്രീനാണ്, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുക കേട്ടോ, ക്യാപിറ്റൽ ഡി. ഓക്കെ, ഇനി ആ ഒരു റെഫറൻസ് പോയിന്റ് കൺസിഡർ ചെയ്യാണ്. റെഫറൻസ് പോയിന്റ് പി, ഏത് പോയിന്റ് എടുക്കാൻ അതിലൂടെ എടുക്കുന്നത് നിങ്ങൾക്ക് മുകളിലോ താഴെ എവിടെ എടുക്കുക കേട്ടോ. ടെക്സ്റ്റിലുള്ള മുകളിലാണ് എടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വരുന്നത് എല്ലായിടത്തും ഉണ്ടാവും, അവിടെ മാത്രം തെറ്റിദ്ധരിച്ചല്ല ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത് വിചാരിക്കുക. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഈ ഓയിൽ നിന്നും സെന്റർ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്നൊക്കെയാണ് വിളിക്കുക. സെന്ററിൽ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും, ഇന്റൻസിറ്റി കൂടിയാണ് കിട്ടുക. അതിൽ നിന്നും nth ഡിസ്റ്റൻസ് അല്ലെങ്കിൽ XN എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ മേ ബി കൺസ്ട്രക്റ്റീവ്, ഭയങ്കര ഇന്റൻസിറ്റി ആവാം, ചിലപ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ആവാം, ചിലപ്പോൾ അതിൽ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇന്റർഫറൻസ് എന്താ കണ്ടിന്യൂസ് ആണ്, ബ്രൈറ്റ് ഡാർക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റും ഡാർക്കും ഈക്വൽ വിഡ്ത്തിൽ വരുന്നതിനെയാണ് ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മേ ബി അത് ബ്രൈറ്റ് ആവാം ഓർ ഡാർക്ക് ആവാം, അത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെ എത്രയോ ആവാം. അതുകൊണ്ട് nth എന്നുള്ള രീതിയിലാണ് XN എന്ന് എടുത്തിരിക്കുന്നത്. അത് കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ എനിക്ക് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, അതിലേക്കാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ, ഡിസ്ട്രക്റ്റീവ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ, അതിന് വേണ്ടി വിളിക്കുന്ന പേരാണ് പാത്ത് ഡിഫറൻസ്. അപ്പോൾ അതിന് കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, പാത്ത് ഡിഫറൻസ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് CI എഴുതിയിട്ടുണ്ട്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ പാത്ത് ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഡെൽറ്റ ആണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ ആയിരിക്കണം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്താ n ലാംഡ. അങ്ങനെ പഠിച്ചു വെക്കുക. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ പാത്ത് ഡിഫറൻസ് n ലാംഡ അല്ല 2n + 1 into λ/2 ആണെന്നുള്ള കാര്യം ഓർമ്മിക്കാം. 2n + 1 into λ/2 ഈ രണ്ട് കാര്യം ഓർമ്മിക്കണേ. കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ n ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം പാത്ത് ഡിഫറൻസ്. എന്താ പാത്ത് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ 2n + 1 into λ/2 ആയിരിക്കണം പാത്ത് ഡിഫറൻസ്. പഠിച്ചു വെക്കാം, പറയുന്ന പോലെ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വേണമെങ്കിൽ ഈ പോയിന്റിന് വേണമെങ്കിൽ A എന്ന് കൊടുക്കാം, ഈ പോയിന്റിന് B എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പാത്ത് ഡിഫറൻസ്? ഒക്കെ നമ്മൾ ഡെറിവേഷൻ്റെ ഇടയിൽ വരും. നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ പറയുന്ന പോലെ പാത്ത് ഡിഫറൻസ് ജനറലി ഒരു പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ n ലാംഡക്കും ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ 2n + 1 λ/2 കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. സോ വാട്ട് ഈസ് പാത്ത് ഡിഫറൻസ് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഇത്രയേ ഉള്ളൂ. പാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ S1P എന്ന് പറയുന്ന ഡിസ്റ്റൻസും S2P എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെയിം ആണോ? നിങ്ങൾ ശരിക്കും ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. S1P യും S2P യും സെയിം ആണ്? ഒരിക്കലും അല്ല. S2P കൂടുതലാണ് അല്ലെ? ഏകദേശം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ S1P-നെക്കാളും S2P കുറച്ച് എമൗണ്ട് കൂടുതലാണ്, എത്ര സംതിങ് എമൗണ്ട് കൂടുതലാണ്. അത് തന്നെയാണ് പാത്ത് ഡിഫറൻസ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് എനിക്ക് കണ്ടുപിടിക്കേണ്ട പാത്ത് ഡിഫറൻസ് PD എന്നാണ് കൊടുക്കുന്നത്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2P - S1P ആയിരിക്കും, കാരണം S2P കൂടുതലാണ്, S1P കുറവാണ്. സോ പാത്ത് ഡിഫറൻസ്, വാട്ട് ഈസ് പാത്ത് ഡിഫറൻസ് ഹിയർ? S2P, it is the difference in between S2P and S1P. S2P - S1P കണ്ടുപിടിച്ചാൽ പാത്ത് ഡിഫറൻസ് കിട്ടും. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഇത് കണ്ടുപിടിക്കുക കേട്ടോ, പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കുക. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടോ? കൺസിഡർ ദ ട്രയാങ്കിൾ S1AP. കൺസിഡർ ദ ട്രയാങ്കിൾ S1. ഈ ചെറിയൊരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഹൈപ്പോട്ടനസ് അത് S1P² is equal to S1, ഇത് S1 ആണ്, S1A² plus PA², S1A² plus PA². ഇത് നോക്കിയേ, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് D അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് ആണല്ലോ D. ഇതാണ് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് D. അങ്ങനെയാണെങ്കിൽ ഇവൻ ഡിന്റെ ഹാഫ് ആയിരിക്കൂലേ, ഇവനും D/2 ആയിരിക്കൂലേ. ടോട്ടൽ D അല്ലേ, ടോട്ടൽ D. അപ്പോൾ ഇതിനെ ഹാഫ് D എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ S1A² plus PA². ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് വാട്ട് ഈസ് S1 എന്നുള്ള ഇതല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലേ S1 അതല്ലേ ക്യാപിറ്റൽ D. അപ്പോൾ S1A² ഒരു ക്യാപിറ്റൽ D² എന്ന് കൊടുക്കാം. PA² ഇതാണ് കണ്ടുപിടിക്കുന്നത്, PA. ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് ടോട്ടൽ ഓയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ?
ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് xn. അതിൽ നിന്ന് OA മൈനസ് ചെയ്താൽ എനിക്ക് PA കിട്ടൂലേ? ഇത് ഫുൾ xn, ഇതിൽ OA ഇത്ര, അങ്ങനെയാണെങ്കിൽ PA കിട്ടൂലേ? ദാറ്റ് മീൻസ് xnൽ നിന്ന് d/2 കുറച്ചാൽ മതി. സോ വാട്ട് ഈസ് PA? xn മൈനസ് d/2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ s1p² is equal to s1a² plus pa². s1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സോഴ്സസ് ആണ്. ദെൻ വാട്ട് ഈസ് PA? PA എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് എന്ന് പറഞ്ഞാൽ OP യിൽ നിന്ന് OA കുറച്ചതാണ്. OP is xn and OA is d/2. അപ്പോൾ xn മൈനസ് d/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. സിമിലർലി എനിക്ക് s2p² കണ്ടുപിടിക്കണം. s2p കണ്ടുപിടിക്കും. ഈ ഒരു ട്രയാങ്കിൾ വലിയൊരു ട്രയാങ്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഡെറിവേഷൻ ചെയ്യുന്നത് വെറുതെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല, ഡെറിവേഷൻ ചെയ്ത് കാണിക്കുകയാണ്. സോ s2bp അല്ലെങ്കിൽ s2pb, ഓക്കെ, ഈ ട്രയാങ്കിളുടെ ഈ ഒരു വലിയൊരു ട്രയാങ്കിൾ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് s2p² is equal to s2b² plus pb² എന്നാണ് വരിക. pb² എന്നാണ് വരിക. അപ്പോൾ s2b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? s2b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ D² ആണ്. വാട്ട് ഈസ് pb? pb ഇത് മുതൽ ഇതുവരെയാണ് pb. അപ്പോൾ ഇത് മുതൽ ഇതുവരെ xn ആണ്, ഇത് മുതൽ ഇതുവരെ xn. അപ്പോൾ ബാക്കി OB കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ pb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PO പ്ലസ് OB ആണ്. PO എന്ന് പറഞ്ഞാൽ OP എന്ന് പറഞ്ഞാൽ xn ആണ്. അപ്പോൾ xn മൈനസ് അല്ല, xn കൂടെ d/2 കൂടി നമ്മൾ ആഡ് ചെയ്യണം, അതിന്റെ സ്ക്വയർ കൂടി ഇട്ട് കൊടുക്കണം. pb² ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ ആണല്ലോ? എൻ്റെ എയിം s2p മൈനസ് s1 ആണ്. s2p² s1p² ഉണ്ട്. തൽക്കാലം നമുക്ക് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്തേ. ഓക്കെ, s2p² മൈനസ് s1p² ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1, ദാറ്റ് ഈസ് ഇവിടെ s2p². ഇതിൽ നിന്നും ഇത് കുറക്കുക. s2p² മൈനസ് s1p², ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ്. അപ്പോൾ d² മൈനസ് d² കട്ടാക്കി കേട്ടോ. d² മൈനസ് d² ക്യാൻസൽ ആവും. പിന്നെ ഇവിടെ ഉള്ള ആളാരാ? xn പ്ലസ് d/2 ഹോൾ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ അവിടുത്തെ ആള് ബാക്കി ആരാ? xn മൈനസ് d/2 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ, വാട്ട് ഈസ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ? a² പ്ലസ് 2ab, 2a ന് പകരം xn, b ന് പകരം d/2 പ്ലസ് b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d²/4, അതായത് d², 2ന്റെ സ്ക്വയർ 4. മൈനസ് പുറത്തിട്ടിട്ടുണ്ട്, മൈനസ് കോമൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ xn മൈനസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² മൈനസ് 2ab പ്ലസ് b² അഗൈൻ d²/4 വരും. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് സെറ്റ് ആക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, xn മൈനസ് xn സ്ക്വയർ ക്യാൻസൽ ആകും. ഈ 2 ക്യാൻസൽ ആകുന്നുണ്ട്. പക്ഷെ xnd മൈനസ് ഈ 2 പോവും. പക്ഷെ xnd മൈനസ് ആ ടൈം എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് xnd LHS ആരാണ്? LHS s2p² മൈനസ് s1p² ഇസ് ഈക്വൽ ടു xnd മൈനസ് ആരായിട്ടുണ്ട്? പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ മൈനസ് xnd. അപ്പോൾ xnd പ്ലസ് xnd എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ d²/4 മൈനസ് പ്ലസ് മൈനസ് ആവും. അതൊരു d²/4 മൈനസ് d²/4 ക്യാൻസൽ ഔട്ട് ആകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2xnd. ചെയ്ത് പഠിച്ചോളൂ. ഇതിൽ സ്റ്റെപ്സിൽ മുക്കലൊന്നും ഇല്ല കേട്ടോ. സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാൻ നിൽക്കേണ്ട, കാരണം നിങ്ങൾ ഫുൾ മാർക്ക് വേണം ആ ഡെറിവേഷൻ, നിങ്ങൾ ഫുള്ള് ചെയ്തോളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക, കാരണം കഴിഞ്ഞിട്ടില്ല. നമുക്ക് ബാക്കി പാത്ത് ഡിഫറൻസ് s2p മൈനസ് s1p എത്തിക്കണം. ഓക്കെ, എനിക്ക് അവിടെ വരെ എത്തിയിട്ടില്ല, ഏകദേശം എത്തിയിട്ടുണ്ട്. പക്ഷേ s2p² മൈനസ് s1p² ആണ്. അപ്പോൾ ബാക്കി ചെയ്യാനുണ്ട് അത്രേ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ s2p² മൈനസ് s1p², നമുക്കറിയാം a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. അങ്ങനെയാണ് s2p² മൈനസ് s1p² എങ്ങനെ എഴുതാം? s2p പ്ലസ് ഇൻറ്റു s1p ഇൻറ്റു s2p plus s1p into s2p minus s1p, a plus b into a minus b is equal to 2xnd. ഇപ്പോൾ if ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, ഇത് ആ പോയിന്റ് പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആണെങ്കിൽ ഇവിടെ ആണെങ്കിലോ അവിടെ ആണെങ്കിലോ നമുക്ക് ഒരു കണ്ടീഷൻ എടുക്കാം. ഇതെന്തായിരിക്കും? ഓക്കെ, അങ്ങനെ ആണെങ്കിൽ s2p ഇതൊക്കെ ഇവിടത്തേക്ക് വരും. ദാറ്റ് മീൻസ് ഏകദേശം s2p ആൻഡ് s1p ഇവർ രണ്ടാളും എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? സ്ക്രീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സോഴ്സിന് ഈക്വൽ ആയിരിക്കും. എപ്പോഴാണ്? ഇഫ് ദ പോയിന്റ് ഈസ് അറ്റ് ഒറിജിനൽ ആണ് എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കാൻ, അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. ആ പോയിന്റ് ഇവിടെ അല്ല, ഇവിടെ ആണെങ്കിൽ s1 ഓന് വരെ s1p എന്ന് വരും അല്ലേ? ഈ ഡിസ്റ്റൻസും ഏകദേശം d ക്ക് ഈക്വൽ ആയിരിക്കും എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? s2 d പ്ലസ് d വരെ 2d. പക്ഷെ ഇവിടെ മാറ്റില്ല, കാരണം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്രോക്സിമേഷൻ. അതുകൊണ്ട് s2p മൈനസ് s1p തന്നെയുണ്ട് ഇസ് ഈക്വൽ ടു xnd. ഈ 2 ക്യാൻസൽ ആയി. അപ്പോൾ പാത്ത് ഡിഫറൻസ് s2p മൈനസ് s1p നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു xnd ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D. പാത്ത് ഡിഫറൻസ് കിട്ടി, കഴിഞ്ഞിട്ടില്ല, പാത്ത് ഡിഫറൻസ് കിട്ടി. ഇനി പാത്ത് ഡിഫറൻസ് കൺസ്ട്രക്റ്റീവ് ആവണമെങ്കിൽ n ലാംഡ കൊടുക്കണം, ഡിസ്ട്രക്റ്റീവ് ആവണമെങ്കിൽ 2n + 1 ഇൻറ്റു λ/2 കൊടുക്കണം. ലെങ്ത് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, അതുകൊണ്ട് നല്ല മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റിനും കൂടിയാണ്, ഡെറിവേഷൻ കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യണ്ടേ?
ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു പാത്ത് ഡിഫറൻസിനെ ലാംഡക്കും 2n+1 ലാംഡ ബൈ 2 കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ജനറലി പാത്ത് ഡിഫറൻസ് xn d by x സഫിക്സ് n ആണ്, d by ക്യാപിറ്റൽ D is equal to എന്തിന് ഈക്വറ്റ് ചെയ്യണം? L ലാംഡ. ഇപ്പൊ നമുക്ക് കണ്ടുപിടിച്ച പാത്ത് ഡിഫറൻസ് ആണ് ഇത്, പാത്ത് ഡിഫറൻസ് ആണ്. കണ്ടീഷൻ ഫോർ പാത്ത് ഡിഫറൻസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് L ലാംഡക്ക് ഈക്വൽ ആവണം. അപ്പോൾ അതിൽ നിന്ന് xn കണ്ടുപിടിക്കാനാണ് എന്റെ പ്ലാൻ. അപ്പോൾ xn is equal to L ലാംഡ d by d. L ലാംഡ d by d ഇമ്പോർട്ടന്റ് ആണ്. L ലാംഡ d എന്നാണ് എന്താ ആ നമ്പർ എത്രാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റീവ് ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവിന്റെ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. ലാംഡ നമ്മൾ യൂസ് ചെയ്ത സോഴ്സിന്റെ വേവ് ലെങ്ത് ആണ്. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സോഴ്സ് ആണ്. സ്മോൾ ഡി സെപ്പറേഷൻ ബിറ്റ്വീൻ ടു സോഴ്സസ് ആണ്, ഒരു സ്ലിപ്സ് ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ എന്നിന് ഒരു എന്ത് കൊടുക്ക്? 1 കൊടുക്ക്, ലാംഡ d by d. സെക്കൻഡ് ആണെങ്കിൽ x2 മീൻസ് എന്താ? ഒറിജിനിൽ നിന്നും സെക്കൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒറിജിനിൽ നിന്നും രണ്ടാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്ക് ഇത്ര ദൂരം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ nth ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്ക് എത്ര ദൂരമുണ്ട്? ലാംഡ d by d ദൂരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത് എന്നുള്ള കാര്യത്തിനാണ് അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ n+1th കൺസ്ട്രക്റ്റീവിലും ബ്രൈറ്റ് ഫ്രിഞ്ച് എവിടെയാണ് കിട്ടുക? n+1th ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം എത്രയാണ് ഫ്രം ഒറിജിൻ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് xn പകരം നമ്മൾ എന്ത് കൊടുക്കുന്നത്? അവിടെ കൊടുക്കുക. ഓക്കെ, ഇത് nth ആണെങ്കിൽ xn, n+1th ആണെങ്കിൽ xn+1, എന്നിന് വരെ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു വരുന്നത്? n+1 into ലാംഡ d by d എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുപ്പിച്ചല്ലേ അല്ലെ? ഇത് nth ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം. ഓക്കെ, ഇവിടെ ആണെങ്കിൽ nthലേക്കുള്ള ദൂരം ഇതാണ് xn എങ്കിൽ അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം ഇത് xn, അടുത്ത xn+1. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഇല്ലേ, രണ്ട് സക്സസീവ് അടുപ്പിച്ചിട്ടുള്ള രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓർ രണ്ട് ഡാർക്ക് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള അകലം അടുപ്പിച്ച്, അതായത് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വൺ. ഇത് ഫസ്റ്റ് ബ്രൈറ്റ് ആണെങ്കിൽ ഇത് സെക്കൻഡ് ബ്രൈറ്റ്. അപ്പൊ ഈ ഫസ്റ്റ് ബ്രൈറ്റിൽ നിന്ന് സെക്കൻഡ് ബ്രൈറ്റിലേക്ക് എത്ര ദൂരം, അല്ലെങ്കിൽ സെക്കൻഡ് ബ്രൈറ്റിൽ നിന്ന് തേർഡ് ബ്രൈറ്റ് അടുപ്പിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം. ആ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അത് കൺസ്ട്രക്റ്റീവ് തന്നെയാണെന്നില്ല, ഡിസ്ട്രക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഞാനിവിടെ കൺസ്ട്രക്റ്റീവ് മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അടുപ്പിച്ചുള്ള രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ദൂരമാണ്, ഡാർക്ക് ഫ്രിഞ്ചുകൾ ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസുകൾ തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ xn+1 നിന്ന് ഞാൻ എന്ത് മൈനസ് ചെയ്യാനാണ് പോകുന്നത്? xn വലുതിൽ നിന്ന് ചെറുത് അല്ലെ, n+1 ദൂരം, n+1th ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം മൈനസ് nth ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം. n+1th ബ്രൈറ്റ് ഫ്രിഞ്ച് എന്താ? n+1 ലാംഡ d by d. അപ്പോൾ അതിൽ നിന്നും ഞാൻ ലാംഡ d by d കൊണ്ട് ലാംഡ d by d നെ ഉള്ളിലേക്ക് എടുക്കുകയാണ്, ലാംഡ d നെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? n ലാംഡ d by d. ഓക്കെ, ലാംഡ d നെ n നോട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് 1 into ലാംഡ d by d അതങ്ങനെ തന്നെയുണ്ട്. മൈനസ് എക്സിന് പകരം n ലാംഡ d by d എന്ന് കൊടുക്കുക. n ലാംഡ d by d, n ലാംഡ d by d ഗെറ്റ്സ് ക്യാൻസൽസ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ d by d. അപ്പോൾ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താ? ലാംഡ d by d. ഇമ്പോർട്ടന്റ് ആണ് ബാൻഡ് വിഡ്ത്ത് ലാംഡ d. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതാണ് കോഹറന്റ് സോഴ്സിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റൊരു സസ്റ്റെയിൻ ബെറ്റർ ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യനിലേക്ക് ഇവിടുന്നാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കണം. ബാൻഡ് വിഡ്ത്ത് അപ്പോൾ വേവ് ലെങ്ത് കൂടുതലുള്ള സോഴ്സ് ഉപയോഗിക്കുക. സ്ക്രീന് സോഴ്സ് നമ്മൾ ഡിസ്റ്റൻസ് ഡി കൂട്ടുക എന്നുള്ളതാണ്. ഡി കൂട്ടുക, ലാംഡ കൂട്ടുക, സ്മോൾ ഡി, സ്ലിറ്റുകൾ തമ്മിലുള്ള ദൂരം, സോഴ്സുകൾ തമ്മിലുള്ള ദൂരം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇന്റർഫറൻസ് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അത് ഓർമ്മിച്ച് നോക്കുക. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇന്റർഫറൻസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതിൽ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ലെങ്തി ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോഴ്സ് കൊഹറന്റ് ആയിരിക്കണം. കൊഹറന്റ് എന്താണെന്ന് പറഞ്ഞു. നല്ലൊരു ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ കണ്ടീഷൻസും ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ഗെറ്റ് സസ്റ്റെയിൻ ഓർ ബെറ്റർ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാൻഡ് വിഡ്ത്ത് കൂടാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എഴുതി കൊടുക്കുക. പിന്നെ ഈ ഒരു ഇന്റർഫറൻസിന്റെ ഗ്രാഫ് കുറച്ചുകൂടി ടഫ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഗ്രാഫ് മേ ബി ചോദിക്കാം. അപ്പൊ ഗ്രാഫ് ഇങ്ങനെയാണ് വരക്കേണ്ടത്. എല്ലാവർക്കും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. കേട്ടോ, വരക്കുമ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഈ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് വരക്കേണ്ടത്. ഇങ്ങോട്ടേക്ക് പാത്ത് ഡിഫറൻസ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കേസ് എടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു കേസ് വരച്ചു വെക്കുക. എല്ലാവരും ഒരേ ആംപ്ലിറ്റ്യൂഡ് വരക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡൈഫ്രാക്ഷൻ അതിന് കൂടെ തന്നെ പറയുകയാണ്. ഡൈഫ്രാക്ഷന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോവുക.
ഇന്റൻസിറ്റി കുറഞ്ഞു പോകും. ഡൈഫ്രാക്ഷന്റെ ഗ്രാഫ് അതിന്റെ കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റർഫറൻസുമായി ബന്ധപ്പെട്ട കാര്യം. ആദ്യം വരച്ചത് ഇന്റർഫറൻസിന്റെ ഗ്രാഫാണ്, രണ്ടാമത് വെച്ചത് ഡൈഫ്രാക്ഷന്റെ ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ഡൈഫ്രാക്ഷൻ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഒബ്സ്റ്റക്കിളിന്റെ അല്ലെങ്കിൽ കോർണറിൽ തട്ടിക്കഴിഞ്ഞ് എന്താ പറയുക, നമുക്കൊരു സിമ്പിളായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഡോറിന്റെ എഡ്ജിൽ തട്ടിയിട്ട് ലൈറ്റ് നമ്മൾ റൂമിലേക്ക് എൻ്റർ ചെയ്യും. ഇപ്പോൾ ലൈറ്റ് നമ്മൾ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ല, സെൻറ്റർ ഹാളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റൂമിൻ്റെ ഡോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആണ്. അപ്പോൾ ആ റൂമിൻ്റെ ഡോറിൽ തട്ടിയിട്ട് ലൈറ്റ് നമ്മുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യും. അത് ഫുള്ളല്ല, ഇങ്ങനെ ഒരു എൻട്രിങ് ഉണ്ടാവും അല്ലേ. ആ ഡോറിൽ തട്ടിയിട്ട് ലൈറ്റ് ഈ ഒരു രീതിയിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു എൻറ്ററിങ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡൈഫ്രാക്ഷൻ. ഡൈഫ്രാക്ഷൻ നടക്കണമെങ്കിൽ സൈസ് ഓഫ് ദി ഒബ്സ്റ്റിക്കിളും വേവ് ലെങ്ത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്, എന്താ പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടോ. ഒബ്സ്റ്റക്കിളിന്റെ കോർണറിൽ തട്ടി ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡൈഫ്രാക്ഷൻ. ആ ഡൈഫ്രാക്ഷൻ ഈസിൽ ഗ്രാഫാണ് തൊട്ട് മുമ്പ് വരച്ചത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, അത് ജസ്റ്റ് പറഞ്ഞതാണ്, അത്ര കാര്യങ്ങൾ മാത്രം നമുക്ക് വേണ്ടു ഡൈഫ്രാക്ഷനിലെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട മറ്റൊരു ലൈറ്റിലെ ഫിനോമിനാണ് വേവ് ഒപ്റ്റിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനാണ് ചാപ്റ്ററിന്റെ ഫൈനലി വരുന്നത്, അതും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, മോഡൽ എക്സാമിന് വന്നിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇത്രയേ ഉള്ളൂ. അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. സോ വാട്ട് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ്? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലൈറ്റ്, ഓർഡിനറി ലൈറ്റ്, നമ്മൾ സാധാരണ ലൈറ്റ് ആണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അതിന് ഭയങ്കര ഇന്റൻസിറ്റി ആണ് ഉണ്ടാവുക. പോളറൈസ്ഡ് ലൈറ്റ് ആണ് ഇന്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ ഒരു റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അത് മോർ ദാൻ വൺ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ ഉണ്ടാകും, അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെയാണ് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, അതുപോലെ ഒരു ഡോട്ട് കൂടി കാണിക്കുക. ദാറ്റ് മീൻസ് മോർ ദാൻ വൺ പ്ലെയിനിൽ വൈബ്രേഷൻ ഉണ്ട്. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, അൺപോളറൈസ്ഡ് ലൈറ്റ്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പോളറൈസേഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്രിസ്റ്റൽ ഉപയോഗിക്കണം. ഈ ക്രിസ്റ്റൽ കൂടി ഈ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ പാസ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുന്നത്. ഈ ക്രിസ്റ്റലിനെ വിളിക്കുന്ന പേരാണ് പോളറൈസർ. ക്രിസ്റ്റലാണ്, ഏത് ക്രിസ്റ്റലാണോ പോളറൈസേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ്, ആ ക്രിസ്റ്റലിനെ വിളിക്കുന്ന പേരാണ് പോളറൈസർ എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റിൽ ഇതുണ്ടോ, ഇത് രണ്ട് പ്ലെയിൻ ഉണ്ടെങ്കിലും ഓക്കെ, ഒരു എക്സും വൈയും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഒരു പ്ലെയിനിൽ മാത്രമേ വൈബ്രേഷൻ ഉള്ളൂ. ഞാൻ ആ ഒരു ഡോട്ട് കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് അവിടെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കാട്ടോ. ഇവിടെ ഇന്റൻസിറ്റി ഐ ആണെങ്കിൽ ഇവിടെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇവിടെ ഇന്റൻസിറ്റി ഇനീഷ്യൽ I0 ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ന്യൂ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് I0/2 ഇനീഷ്യൽ ഇതിന്റെ ഹാഫ് ആയിട്ട് കുറയും. പിന്നെ അതിന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അനലൈസർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അതിലേക്ക് പോകും. അപ്പോഴാണ് മാലസ് ലോ എന്നൊക്കെ പറയുന്ന I0 × cos² θ എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ കിട്ടുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാറ്. മാലസ് ലോ എന്ന് പറയുന്ന കാര്യം ഇവിടെ ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ട് അനലൈസർ എന്ന് പറയുന്ന വേറൊരു ക്രിസ്റ്റൽ കൂടി വെച്ചിട്ട് പോളറൈസേഷൻ നടന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കേസിലാണ് മാലസ് ലോ. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോഴാണ് നമുക്ക് ബ്രൂസ്റ്റേഴ്സ് ലോ വേണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, റിഫ്ലക്ഷൻ അല്ല റിഫ്രാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൺസിഡർ ചെയ്യാം, ഒരു മീഡിയം കൺസിഡർ, റിഫ്രാക്റ്റിംഗ് സർഫേസ് ആണ്. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഈ ഫിഗർ പഠിക്കണം. നമുക്കിവിടെ ബ്രൂസ്റ്റേഴ്സിലോ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് പറയുന്ന കോൺസെപ്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ ഒരു അതുകൊണ്ട് രണ്ട് പ്ലെയിനിൽ കാണിക്കണം, അതുകൊണ്ട് ഇതും ഒരു ഡോട്ടും കാണിക്കാം കേട്ടോ. അൺപോളറൈസ്ഡ് ലൈറ്റ് ഇതിനെന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോറി, ഇത് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, റിഫ്രാക്ഷൻ, അതുപോലെ റിഫ്ലക്ഷനും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, റിഫ്ലക്ഷനും സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിലേ ഉള്ളൂ. ഓക്കെ, പാർഷ്യലി റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിന് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. പക്ഷേ ആ റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഒറ്റ ഡോട്ട് കൊടുത്തിട്ടില്ല. റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആകാൻ വേണ്ടി ഞാൻ ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് IP. എല്ലാ ആംഗിളിലും കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആകണം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കംപ്ലീറ്റ്ലി പോളറൈസേഷൻ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആകാൻ വേണ്ടി ഞാൻ ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള ഈ ഇൻസിഡന്റ് ആംഗിളിനെ വിളിക്കുന്ന പേരാണ് IP എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പോളറൈസിങ് ആംഗിൾ ഓർ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്, ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ ആണ്. ദിസ് വൺ ഈസ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ ആണ്.
ഓക്കെ, ഈ റിഫ്ലക്ടർ റേയും റിഫ്രാക്ടർ റേയും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ ആംഗിൾ 180 ആണ്. നമ്മൾ ഇതിൽ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ആ ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടാൻ ഓഫ് പോളറൈസിങ് ആംഗിൾ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ടാൻ ഓഫ് പോളറൈസിങ് ആംഗിൾ, ടാൻ, ഓക്കെ, ട്രിഗണോമെട്രി ടാൻ IP, ടാൻ ഓഫ് പോളറൈസിങ് ആംഗിൾ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്, ഇവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. നമുക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് N2/N1 എന്ന് എഴുതാം, ഓർ N21 എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഒരു മീഡിയം എയർ ആണെങ്കിൽ നമുക്ക് N എന്ന് കൊടുക്കാം, ഓർ N2/N1 is equal to N21. ഇതാണ് നമ്മുടെ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ബ്രൂസ്റ്റേഴ്സ് ലോ. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ്, ദിസ് വൺ ഈസ് നോൺ ആസ് ബ്രൂസ്റ്റേഴ്സ് ലോ, ബ്രൂസ്റ്റേഴ്സ് ലോ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, അതുകൂടി ഓർമ്മിക്കാം മതി. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വേവ് ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഡുവൽ നേച്ചറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ഫിസിക്സിൽ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോലെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒന്ന് ഔട്ട്ലൈൻ പറയണം. അതുപോലെ തന്നെ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക്, മോഡൽ എക്സാം അത് വന്നു, ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്, അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. പിന്നീട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വാട്ട് ഈസ് ഫോട്ടോൺ, അല്ലെങ്കിൽ വാട്ട് ആർ ഫോട്ടോൺസ്, എന്താണ് ഫോട്ടോൺ ഓർ എന്താണ് ഫോട്ടോണുകൾ, അവരുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഡുവൽ നേച്ചർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ ഡീബ്രോഗ്ലി, എന്താണ് ഡീബ്രോഗ്ലി വേവ്, മാറ്റർ വേവുമായി ബന്ധപ്പെട്ട ആ ഡുവൽ നേച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത്തരം കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡുവൽ നേച്ചർ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ആ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് ഐൻസ്റ്റീനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്, അവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ലോസ് ഓഫ് ഫോട്ടോ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ എ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ്, വെൻ എ സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ഒരു മെറ്റൽ സർഫേസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഇമേജ് ചെയ്യുക. ഒരു മെറ്റൽ സർഫേസ് ആണ്. ഈ ഒരു മെറ്റൽ സർഫേസിലേക്ക് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റിനെ ഞാൻ ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ എ മെറ്റൽ സർഫേസ്. അങ്ങനെ സർഫേസിലേക്ക് ഞാൻ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ആ സർഫേസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ട്, വെറുതെ അല്ല, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്തിട്ട്, ഓർ Hν എനർജി ഉള്ള ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്തിട്ട് മെറ്റൽ സർഫേസ് ഇലക്ട്രോണിനെ ചാടിക്കുന്ന, എമിറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ പ്രോസസ്സ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഹെൻറിച്ച് ഹെർട്സ് ആണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹത്തിന്റെ ക്വാണ്ടം മെക്കാനിക്സിൽ അല്ലെങ്കിൽ ക്വാണ്ടം സ്റ്റഡിയിലാണ് ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കേണ്ടത്. വാരി വെച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ 2-3 ടോപ്പിക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ എമിറ്റ് ചെയ്ത ഈ ഇലക്ട്രോണെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുക. എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന് ഒരു പദവി കിട്ടി, ഫോട്ടോ. ഇവിടുത്തെ ഇലക്ട്രോൺ ഇലക്ട്രോൺ. ഓക്കെ, അതിന് മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട. പക്ഷേ എമിറ്റ് ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേര് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രോൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ഈ ലൈറ്റിനെയാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസിഡന്റ് ഫ്രീക്വൻസി, ഓക്കെ, ഇൻസിഡന്റ് ചെയ്യുന്ന ആ ഒരു ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇവരുടെ കൈനറ്റിക് എനർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അത് എമിറ്റഡ് ആയിട്ടുള്ള ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിനെ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ ഇന്റൻസിറ്റി ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇന്റൻസിറ്റി മീൻസ് നമ്പർ ഓഫ് ഫോട്ടോൺസിനെയാണ് ഇന്റൻസിറ്റി. അപ്പൊ ഇന്റൻസിറ്റി കൂടിയത് കൊണ്ടൊന്നും കൈനറ്റിക് എനർജി കൂട്ടാൻ പറ്റില്ല. ഇന്റൻസിറ്റി കൂടുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുക എന്നുള്ളതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇന്റൻസിറ്റി കൂട്ടി. അപ്പൊ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. ഓക്കെ, ആദ്യം പറഞ്ഞെന്താ, ഇലക്ട്രോൺസ് എണ്ണം കൂടൂല, എമിറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രീക്വൻസി ചേഞ്ച് ആക്കിക്കോ. ഫ്രീക്വൻസി കൂട്ടുന്നതനുസരിച്ച് എമിറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂട്ടും. പക്ഷേ കുറേ ആൾക്കാർ പുറത്തേക്ക് പോകണം, കുറേ ആൾക്കാർ എമിറ്റ് ചെയ്യിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടുക. നമ്പർ ഓഫ് ഫോട്ടോൺസിന്റെ ആ ഒരു നമ്പർ ഓഫ് ഫോട്ടോണിന്റെ എണ്ണം കൂട്ട്, ഇന്റൻസിറ്റി കൂട്ട്. അങ്ങനെയാണെങ്കിൽ കുറേ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകും. പിന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ ടോപ്പിക്ക് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക്
എഫക്റ്റിൽ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ വരുന്ന ആൾക്ക് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. കണ്ട ആൾ എല്ലാവരും വന്നിട്ട് നടന്നു കഴിഞ്ഞാൽ പ്രോസസ്സ് നടക്കുന്നു വ്യാമോഹിക്കേണ്ട, നടക്കില്ല. അപ്പോൾ വരുന്ന ആൾക്ക് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. ആ മിനിമം ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, വരുന്ന ആളുടെ മിനിമം ഫ്രീക്വൻസി പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു ക്വാളിറ്റി വേണം, ഒരു ക്വാളിഫിക്കേഷൻ വേണം. ആ ഫ്രീക്വൻസിനെ വിളിക്കുന്നവരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ വരുന്ന ആളുടെ ഫ്രീക്വൻസി ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ, ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കൂടുതലാണ് വരുന്ന ആളുടെ ഫ്രീക്വൻസി എങ്കിൽ ഡോൺ വരി, പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ടാകും. പിന്നെ വേണമെങ്കിൽ നാളെ ഒരു കാര്യം കൂടി പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. അതൊരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണെന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കാം. അതൊരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇതിൽ നിന്നാണ് നമ്മൾ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒന്നുമില്ല, ഇതിന്റെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ എമിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോൺ അല്ലെങ്കിൽ വരുന്ന ആളുടെ എനർജി എത്രയാ? എച്ച് ന്യൂ. വരുന്ന ആളുടെ എനർജി എത്രയാ? എച്ച് ന്യൂ ആണ്. ഐൻസ്റ്റൈൻ പറയുന്നത് ഈ വരുന്ന ആളുടെ എനർജി, ടോട്ടൽ എനർജി എച്ച് ന്യൂ ആണ്. ഇതിന് ഒരു ഭാഗം എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഈ ഫോട്ടോ ഇലക്ട്രോണെ എമിറ്റ് ചെയ്യിപ്പിക്കണം. ഈ മെറ്റൽ സർഫേസിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രോൺ പുറത്തെത്തിക്കണം. ആ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദാറ്റ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. That is called work function. Work function equation ആണ് h nu 0. What is phi work function? Work function എന്താ? It is a minimum energy required to emit an electron from the metal surface. ഈ മെറ്റൽ സർഫേസിൽ നിന്നും ഇലക്ട്രോൺസിനെ പുറത്തെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒരു 10 ജൂൾ ഉണ്ടായിരുന്നു, ഇവിടുന്ന് പുറത്തെത്തിക്കണമെങ്കിൽ 6 ജൂൾ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ 10 6 ജൂൾ പുറത്തെത്താൻ വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് ബാക്കിയുള്ളത് ഇവിടെയാണെങ്കിൽ 4 ജൂൾ ഉണ്ട്. ആ 4 ജൂൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും ചോദിച്ചു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി or maximum kinetic energy ആയിട്ട് മാറും. ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മാക്സിമം കൈനറ്റിക് എനർജി? Ke maximum is equal to h nu minus phi ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് Ke maximum is equal to h nu minus phi. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് h nu minus phi ആണ്. വരുന്ന ആളുടെ എനർജിയിൽ നിന്നും വർക്ക് ഫംഗ്ഷൻ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ബാക്കി എമൗണ്ട് ആണ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഓർ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നതെന്നാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അതിൽ വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ phi is equal to h nu 0 ആണ് ഓർമ്മിക്കുക. അതിനുശേഷം കുറെ ഗ്രാഫുകൾ അവിടെ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഗ്രാഫാണ് ഫോട്ടോ ഇലക്ട്രോൺസ് വേഴ്സസ് ഇന്റൻസിറ്റി. ഓക്കെ, ഇന്റൻസിറ്റി വേഴ്സസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് കേട്ടോ. നമുക്ക് ഫോട്ടോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്റൻസിറ്റി വേഴ്സസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോ ഇലക്ട്രോൺസ്. ഫോട്ടോ ഇലക്ട്രോൺസ് തരുന്ന കറണ്ട് ആണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അത് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓർമ്മിക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്. ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. കാരണം എന്താ? ഇന്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് ഇന്റൻസിറ്റി. അങ്ങനെ ഇന്റൻസിറ്റി കൂടുമ്പോൾ അവിടെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഓർ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. അതുകൊണ്ട് തന്നെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എമൗണ്ട് കൂടും. ആ ഒരു കാര്യം ഓർമ്മിക്കാം. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. അത് പറഞ്ഞു. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യം അത് കാണാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഒരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം എഴുതി വെക്കുക. കൈനറ്റിക് എനർജി, റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Ke maximum is equal to EV0. സിമ്പിൾ ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. Ke maximum is equal to EV0. സിമ്പിൾ ആയിട്ട് കൈനറ്റിക് എനർജി ചോദിക്കും. ക്വസ്റ്റ്യൻ ഈ V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. V0 ആയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ സ്റ്റോപ്പ് ചെയ്യണം, അതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലിൽ മിനിമം റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ അറ്റ് വെച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കംസ് 0 എന്നാണ് എടുക്കുക. The minimum retarding, what note here, stopping potential. What is stopping potential? The minimum retarding potential at which the photoelectric current becomes 0. Photoelectric current 0 ആകാൻ ആവശ്യമായിട്ടുള്ള മിനിമം റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിലൊരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഉണ്ട്, എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ ഈ എന്താ നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് 1.6 × 10⁻⁻19 കൂളോം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മേ ബി അവിടെ 2 മാർക്ക് അത്ര ഒരു മാക്സിമം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഈ ചാപ്റ്റർ. 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മുടെ ഡുവൽ നേച്ചർ 3 മാർക്ക് മാക്സിമം 3 അല്ലെങ്കിൽ 4 പോയി കഴിഞ്ഞാൽ മാക്സിമം വരെ 4, അതിന്റെ അപ്പുറം ചോദിക്കില്ല. അപ്പോൾ പിന്നെ വരാൻ പറ്റുന്ന ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫോട്ടോൺ. ഓക്കെ, ഫോട്ടോൺ ചോദിക്കുക. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഫോട്ടോൺ തിയറിയാണ്, ഞാൻ എഴുതുന്നില്ല. ലൈറ്റ് പാർട്ടിക്കിൾസ് നോട്ട് ചെയ്ത് വെക്കുക. ലൈറ്റ് പാർട്ടിക്കിൾസിനെയാണ് ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി പോകുന്ന സമയത്ത് ഇവർക്ക് ഒരു ഡിഫ്ലക്ഷനും ഉണ്ടാകില്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇവർക്ക് ഒരു ഡിഫ്ലക്ഷനും ഉണ്ടാകില്ല എന്നുള്ളത് ഒരു പ്രോപ്പർട്ടി ആയി ഓർമ്മിക്കുക. ഓക്കെ, ഇവർ ചാർജ് ലെസ്
ആണ്, ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പിന്നെ അറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫോട്ടോ ഇലക്ട്രോൺ കൊളീഷൻ അല്ലെങ്കിൽ ഫോട്ടോൺ പാർട്ടിക്കിൾ, ഫോട്ടോൺ ആണ്, ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷൻ അല്ലെങ്കിൽ ജനറലി ഫോട്ടോൺ പാർട്ടിക്കിൾ കൊളീഷൻ അതൊരു ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഫോട്ടോൺ പാർട്ടിക്കിൾ കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പോൾ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം, ഒരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം. ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് കേട്ടിക്കാൻ നമുക്കൊരു കാര്യം കൂടി കിട്ടും. ഡ്യൂറിങ് ഇലാസ്റ്റിക് കൊളീഷൻ ടോട്ടൽ എനർജി ആൻഡ് ടോട്ടൽ മൊമെന്റം ആർ കൺസേർവ്ഡ്. മതിയിലെ ടോട്ടൽ എനർജിയും ടോട്ടൽ മൊമെന്റവും കൺസേർവ് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് ഫോട്ടോൺ പാർട്ടിക്കിൾ ഓർ ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷൻ. പിന്നെ പറഞ്ഞൊരു കാര്യം ഫോട്ടോൺ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡും ഇവർ എന്ത് ചെയ്യും, അൺഡിഫ്ലക്റ്റഡ് ആണ്, ഡിഫ്ലക്ഷൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ചാപ്റ്റർ ഫൈനലി വരുന്ന കാര്യമാണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. അപ്പോൾ ഇതിന് നമ്മൾ ചാപ്റ്റർ തന്നെ, അപ്പോൾ അവിടെ ഡി ബ്രോഗ്ലിന്റെ ഒരു കേസ് ഉണ്ട്. ഓക്കെ, മാറ്റർ പാർട്ടിക്കിൾ വേവ് നേച്ചർ കാണിക്കുന്നു, റേഡിയേഷൻ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതാണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. മാറ്ററിന് ഡുവൽ നേച്ചർ ഉണ്ട് ആസ് വെൽ ആസ് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. വേവിന് റേഡിയേഷൻ നേച്ചർ ഉള്ളതുപോലെ അതിന് എന്തുകൂടിയുണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉള്ള കാര്യം. അപ്പോൾ അവിടെ ഇരിക്കേണ്ട കാര്യമാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. നമുക്ക് ഒരു മാർക്കിന്റെ ഇപ്രാവശ്യം വന്നൊരു കാര്യമാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പി മൊമെന്റം ആണ്. അതുകൊണ്ട് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇപ്രാവശ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വൺ വേർഡ് ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് ഇതായിരുന്നു, പി ഈക്വൽ ടു h/λ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അല്ലാതെ വലിയൊരു വാരി വലിച്ചുള്ള ക്വസ്റ്റ്യൻ ഇവർ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യേണ്ട. എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി, ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ലാംഡ ഈസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ലാംഡ ഈസ് ഈക്വൽ h/p ഓർ മൊമെന്റം p ഈസ് ഈക്വൽ ടു h/λ ആണെന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ച് വെക്കുക. പിന്നെ ഡി ബ്രോഗ്ലി വേവിന് അല്ലെങ്കിൽ മാറ്റർ വേവിന് മറ്റൊരു പേരാണ് ഡി ബ്രോഗ്ലി വേവ്. മാറ്റർ വേവ് ഈസ് ഓൾസോ കോൾഡ് ഡി ബ്രോഗ്ലി വേവ് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർമ്മിച്ച് വെക്കാം. മതി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഡുവൽ നേച്ചർ കിട്ടും. അപ്പോൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ 4 പോയിന്റ് പഠിക്കുക. അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കട്ടോ, ബൈ ഹാർട്ട് പഠിക്കില്ല. അതിൽ നിന്നും ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം പഠിക്കുക. ഈ ഒരു ഗ്രാഫ് മിനിമം, വേറെയും ഗ്രാഫുകളുണ്ട്, പക്ഷെ മിനിമം ഈ ഒരു ഗ്രാഫുകളൊന്നും കൂടുതലായിട്ട് ചോദിക്കാറൊന്നുമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ടഫ് ആക്കിയാണെങ്കിൽ ഗ്രാഫിലേക്ക് വരും, പക്ഷെ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഒരു ഗ്രാഫ് പഠിച്ചു വെക്കുക. ഇന്റൻസിറ്റി വേഴ്സസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. അതൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് വരക്കുക. പിന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് കൈനറ്റിക് എനർജി ഒരു ഇക്വേഷൻ ഉണ്ട്. കാരണം ഒരു എൻസിആറിൽ പ്രോബ്ലം ഉണ്ട്. കെ ടി മാക്സിമം ഈക്വൽ EV0. അതുപോലെ ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. p ഈസ് ഈക്വൽ h/λ ആണ്. വേണം ഒരു കാര്യം കൂടി പറയാം, നമുക്ക് ലാംഡ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കൂടി സെറ്റ് ആക്കി തരാം. 1.227 ഡിവൈഡ് ബൈ റൂട്ട് വി കേട്ടോ. 1.227 പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ മാത്രം നോട്ട് ചെയ്യുക. കാരണം പ്രോബ്ലം ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ 1.227 ഡിവൈഡ് ബൈ റൂട്ട് വി. ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ്. 54 വോൾട്ട് കൊടുത്താൽ എത്രയാണ് വേവ് ലെങ്ത്? ഒന്നുമില്ല, 1 എത്രയാണ്, സംതിങ് വോൾട്ടേജ് കൊടുത്തു എന്ന് പറയും. വേവ് ലെങ്ത് കണ്ടുപിടിക്കുക ഡി ബ്രോഗ്ലി വേവ്. അപ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. ഒന്നുമില്ല, 1.227 ഡിവൈഡ് ബൈ റൂട്ട് എത്രയാണ് വോൾട്ടേജ് ഇവിടെ കൊടുക്കുക കഴിഞ്ഞ് അത്രയും മീറ്റർ എന്ന ആൻസർ അവിടെ കിട്ടും. എത്രയാണ് നോക്കുക, നാനോമീറ്റർ മീറ്റർ ആണെങ്കിൽ മീറ്റർ അതിലേക്ക് മാറ്റുക. 1.227 ഡിവൈഡ് ബൈ റൂട്ട് വി. അതുപോലെ ലാംഡ ഈസ് ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന് വേറെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി h ഡിവൈഡ് ബൈ √2m ഇൻറ്റു കൈനറ്റിക് എനർജി. കാരണം മൊമെന്റം √2m kE ആണ്. ഓക്കെ, അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ h/p ഉണ്ട്. P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. മൊമെന്റത്തിന് √2m ഇൻറ്റു kE. kE എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഞാൻ kE എന്ന് കൊടുത്താണ്. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയാണെന്ന് ഓർമ്മിക്കുക. പിന്നെ വോൾട്ടേജ്, V വോൾട്ടേജ് ആണ്, വെലോസിറ്റി അല്ല. വോൾട്ടേജിന്റെ ടേമിൽ ലാംഡ ഈസ് ഈക്വൽ 1.227 അതിനെ ചെയ്ത് കണ്ടുപിടിച്ചൊരു വാല്യൂ ആണ് ഡിവൈഡ് ബൈ √v. ഇവിടെ kE വരെ EV0 ഒക്കെ കൊടുത്ത് കിട്ടിയൊരു വാല്യൂ ആണ്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ആ ഒരു പ്രോബ്ലം ചോദിക്കുകയാണ്, ഞാൻ കുറച്ചുകൂടി ടഫ് ആക്കുകയാണെങ്കിലാണ് ഈ പ്രോബ്ലത്തിന്റെ കേസുകൾ കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും ഡുവൽ നേച്ചറും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ഒരു കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷുവർലി ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക, കമന്റ് ബോക്സിലായിട്ട് അറിയിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ആറ്റംസ്, ന്യൂക്ലിയും ബാക്കി നമുക്ക് ഇലക്ട്രോണിക്സ് ആണുള്ളത്. പെട്ടെന്ന് അത് ആ 3 ചാപ്റ്റർ കൂടി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് ചെയ്ത് പഠിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു എക്സാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, നല്ലൊരു എക്സാം ആവട്ടെ, ഫൈനൽ എക്സാം എന്ന കാര്യം വിഷയത്തുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.